ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് സീതൾ. കല്യാണം കഴിഞ്ഞതാണ്. ഹസ്ബൻഡിന് സ്ഥലം മാറ്റമായി. ഇപ്പോൾ ഞങ്ങൾ പുതിയൊരു സ്ഥലത്താണ്. ഇതാണ് ഇവിടുത്തെ വേലക്കാരി നന്ദിനി. ഇവൾ പറഞ്ഞാണ് തൊട്ടടുത്ത വീട്ടിലെ ചെറുപ്പക്കാരനെ പറ്റി ഞാൻ അറിയുന്നത്. അവിടുത്തെ ജോലികളെല്ലാം ഇവൾ തന്നെയാണ് ചെയ്യുന്നത്. ഞങ്ങൾ പരസ്പരം കാണാനും ഇവൾ തന്നെ കാരണമായി. ഒരു ദിവസം ഞാൻ കിച്ചണിൽ നിന്ന് നന്ദിനിയെ വിളിച്ചു. അവളാണെ ഓടി വന്ന് ഞാൻ ലാപ്ടോപ്പ് കുത്തിയിട്ട വയറ് തട്ടി ലാപ്ടോപ്പ് താഴെ വീണു. ഞാൻ ഓടി വന്ന് ലാപ്ടോപ്പ് എടുത്ത് നോക്കി, ഓണാവുന്നില്ല. എനിക്കാണ് നല്ല പേടിയായി. ഹസ്ബൻഡിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും ഇതിലാണുള്ളത്. നീ എന്ത് പണിയാണ് കാണിച്ചത്? നിലത്ത് നോക്കി നടന്നൂടെ? വിഷമിക്കണ്ട, തൊട്ടടുത്ത വീട്ടിലെ പയ്യൻ രാഹുലില്ലേ, അവന് ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ നീ അവനെ വിളിച്ചുകൊണ്ട് പോവാ. എങ്ങനെയും ലാപ്ടോപ്പ് നേരെയാക്കിയില്ലേ ശരിയാവില്ല. അങ്ങനെ രാഹുൽ വന്നു, ലാപ്ടോപ്പ് പണിയാൻ തുടങ്ങി. ഞാൻ അവൻ പണിയുന്നതും നോക്കിയിരുന്നു. അവന് എന്തൊക്കെയോ അറിയാൻ തോന്നുന്നു. പെട്ടെന്നാണ് ഒരു സ്ക്രൂ താഴേക്ക് വീണത്. ഞങ്ങൾ രണ്ടുപേരും അതെടുക്കാൻ കുനിഞ്ഞതും തല കൂട്ടിയിടിച്ചു. വേലക്കാരി ചായ എടുക്കുവാണെങ്കിലും അവളുടെ കണ്ണ് ഇങ്ങോട്ട് തന്നെയാണ്. എൻ്റെ തല നല്ലപോലെ വേദനിച്ചു. അവൻ എനിക്ക് തല തിരുമ്മിത്തന്നു. അപ്പോഴേക്കും വേലക്കാരി വന്നു. അവൻ ലാപ്ടോപ്പ് നേരെയാക്കി. വേലക്കാരി പറയുവാണ്, രാഹുൽ സാർ കൈവച്ച അത് ഓക്കെ ആണെന്ന്. നന്ദിനിയോട് ഉണങ്ങിയ തുണി എടുത്തിട്ട് വാ എന്ന് പറഞ്ഞ് ഞാൻ അവളെ പറഞ്ഞു വിട്ടു. എനിക്ക് രാഹുലുമായിട്ട് കുറച്ച് സംസാരിക്കണമെന്ന്. അവൻ്റെ വീട്ടുകാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു. അവൻ്റെ വീട് ഗ്രാമത്തിലാണ്. പഠിക്കാനുള്ള ആവശ്യത്തിന് ടൗണിലേക്ക് വന്നതാണ്. ഇപ്പോൾ ഒറ്റയ്ക്കാണ് താമസം. ഞാൻ പറഞ്ഞു, ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വാ, നമുക്ക് വെറുതെ സംസാരിച്ചിരിക്കാം. പിന്നീട് അവൻ്റെ ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. അവൻ്റെ സംസാരമെല്ലാം എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പിറ്റേ ദിവസം ഞാൻ വെളിയിലേക്ക് നോക്കിയിരിക്കുന്ന കണ്ട് വേലക്കാരി ചോദിക്കുവാണ്, മേഡം രാഹുൽ സാറിനെ നോക്കിയിരിക്കുകയാണോ? സാറും രാവിലെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പഞ്ചാര ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അവൾ പറയുക, പഞ്ചാര വേണേ രാഹുൽ സാറിൻ്റെ അടുത്ത് ചോദിച്ചാൽ പോരെ? അപ്പോഴാണ് എനിക്കും അത് തോന്നിയത്. ഞാൻ പതിയെ ഒരു പാത്രവുമായി നേരെ രാഹുലിൻ്റെ വീട്ടിൽ ചെന്നു. ഇത്ര അടുത്താണ് ഞങ്ങളുടെ വീട്. രാഹുൽ പുറത്തേക്ക് വന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ച് പഞ്ചസാര വേണം, എന്നാൽ അകത്തേക്ക് പോ. അങ്ങനെ ഞാൻ അകത്തേക്ക് പോയി. അവിടെ ചെന്നതും ഞാനും അവനും പരസ്പരം അങ്ങോട്ട് നോക്കിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു, എടാ എനിക്ക് കുറച്ച് പഞ്ചസാര എടുത്തുകൊണ്ട് പോ. രണ്ടാളുടെയും മനസ്സിൽ എന്തോ ഉണ്ട്, പരസ്പരം തുറന്നു പറയുന്നില്ല എന്ന് മാത്രം. അവൻ പഞ്ചസാരയുമേ വന്നു. പെട്ടെന്നാണ് ഞാൻ ഒരു വണ്ടിനെ കണ്ടത്. ഞാൻ പേടിച്ചു. അവൻ എന്നെ സമാധാനിപ്പിച്ചു. ആ സമാധാനിപ്പിക്കൽ കുറച്ച് നീണ്ടുപോയി. എല്ലാം കഴിഞ്ഞ് ഒരു പാത്രത്തിൽ കുറച്ച് പഞ്ചസാരയുമായി ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. മേഡം എന്താ ഇത്ര താമസിച്ചേ? രാഹുൽ സാറ് എന്തൊക്കെ തന്നു? അവൾ ഓരോന്ന് മനസ്സിൽ വെച്ച് ചോദിക്കുന്ന പോലെ തോന്നി. ഞാൻ പറഞ്ഞു, വീടിൻ്റെ വൃത്തി കണ്ട് കുറച്ചു നേരം നിന്നുപോയതാണ്. ആ വീട് നല്ല വൃത്തിയാണ്. മേഡത്തിന് അങ്ങോട്ട് താമസം മാറണമെന്ന് ആഗ്രഹമുണ്ടോ? ഞാൻ പറഞ്ഞു, നീ എന്തായാലും ജോലിക്കാരി മാത്രം നോക്കിയാൽ മതി, വേറൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട. പിറ്റേ ദിവസം രാഹുൽ വന്നു. അവന് കുറച്ച് ചായപ്പൊടി വേണമെന്ന്. ഞാൻ പറഞ്ഞു, നീ അകത്തേക്ക് വാ. ഉള്ളിൽ ചെന്നതും അവനവിടെ പാത്രം വെച്ചിട്ട് പറഞ്ഞു, ഞാൻ ചായപ്പൊടിക്കല്ല വന്നത്, കുറച്ച് സംസാരിക്കാം. അങ്ങനെ ആ സംസാരവും കഴിഞ്ഞു. പിറ്റേ ദിവസം വേലക്കാരി വന്നപ്പോൾ അവളുടെ പെരുമാറ്റത്തിലെല്ലാം എന്തോ ഒരു മാറ്റം. മേഡം ഇവിടെ നടക്കുന്ന എല്ലാം ഞാൻ അറിയുന്നുണ്ട്. ഞാൻ ഒന്നും അറിയാത്ത പോലെ നിന്നു. നീ എന്തറിയുന്നെന്ന്? പെട്ടെന്ന് അവൾ ഫോൺ എടുത്ത് കാണിച്ചു. അതിൽ ഞാനും രാഹുലും സംസാരിക്കുന്നത്. ഞാൻ അവളോട് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? പൈസയാണ്. എനിക്ക് അതൊന്നുമല്ല വേണ്ടത്. രാഹുലും മേഡവും സംസാരിക്കുന്നില്ലേ, നിങ്ങളുടെ കൂടെ എനിക്കും സംസാരിക്കണം. അങ്ങനെ ഞാൻ അന്ന് രാത്രി രാഹുലിൻ്റെ അടുത്ത് ചെന്നു. അവൻ വന്ന് കതക് തുറന്നു. ഞാൻ പറഞ്ഞു, എടാ നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. ഞാൻ പോയി വേലക്കാരിയും കൂട്ടി വന്നു. അവന് ഒന്നും മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, നമ്മൾ സംസാരിച്ചത് ഇവളുടെ ഫോണിലുണ്ട്. ഇവൾക്കിപ്പോൾ വേണ്ടത് നമുക്ക് 3 പേർക്കും ഒന്നിച്ച് സംസാരിക്കാമെന്ന്. അവനും അത് സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ 3 പേരും ഒന്നിച്ച് സംസാരിച്ചു. വല്ലാത്തൊരു സംസാരമായിരുന്നു. ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.